ഇതിൽ ഫസ്റ്റത്തെ മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം ഓവർഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഹിയർ ദ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അതായത് യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് എത്ര ഫാക്ടറി ഓവർഹെഡ് വന്നു, ആ ഒരു റേറ്റ് കിട്ടിയാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഓവർഹെഡ് എത്ര പെർസെൻറ്റേജ് വരും അല്ലെങ്കിൽ എത്രയാണ് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ here the overhead absorption rate is used, here the base is used as the total number of units of the output. അതുകൊണ്ട് തന്നെയാണ് ഈ മെത്തേഡിനെ കോസ്റ്റ് യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്, ഹിയർ ദ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് സപ്പോസ് 16,000 ആണെന്ന് വിചാരിക്കുക. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 16,000. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 80,000 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുക 0.20 ആണ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 0.20 ആണ് ഇവിടെ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് എത്ര വരും? ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 0.20, ദാറ്റ് ഈസ് 200 ആയിരിക്കും ഓവർഹെഡ് വരിക. സോ ഈ 200 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടും. ഈ റേറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ എത്രയായിരിക്കും ഓവർഹെഡ് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇതാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് മെത്തേഡ് യൂണിറ്റ് മെത്തേഡ് പ്രകാരം ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. Here percentage on direct material cost method. Here the cost of direct material used in the manufacture of a product is used as the basis. ഇവിടെ ബേസ് യൂസ് ചെയ്യണത് എന്താണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ ഇത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു ഫേം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ വന്നിരിക്കുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സപ്പോസ് 80,000 ആണെന്ന് വിചാരിക്കാം. ദെൻ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സൻറ്റേജിലാണ് കിട്ടുക. ഹിയർ പേഴ്സൻറ്റേജ് ആണ്, മറ്റൊരിടത്ത് റേറ്റ് ആണ്. റേറ്റും പേഴ്സൻറ്റേജും വ്യത്യാസമുണ്ട്. പേഴ്സൻറ്റേജ് ആകുമ്പോൾ നമ്മൾ ഇൻറ്റു 100 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഈ ഇക്വേഷനിൽ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 20,000 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു 100. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 25%. അതായത് എത്രയാണോ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് അതിൻ്റെ 25% ആണ് ഫാക്ടറി ഓവർഹെഡ് വരുന്നത്. സോ നെക്സ്റ്റ് ഇയറിൽ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 2,000 ആണെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് മന്തിൽ 2,000 മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഓവർഹെഡ് വരിക എന്നുള്ളത് ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2,000 ഇൻറ്റു 25%. 2000-ൻ്റെ 25% എന്ന് പറയുമ്പോൾ 2000-ൻ്റെ 25% എത്രയാണോ കിട്ടുന്നത് അതാണ് പിന്നെ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നെക്സ്റ്റ് മന്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന, അതായത് 500 rupees ആയിരിക്കും അവിടെ വരിക. 2,000-ൻ്റെ 25% 500 rupees ആയിരിക്കും അവിടെ ഓവർഹെഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്. ഹിയർ നമ്മൾ ഇതിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവിടെ ബേസ് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്, അതായത് ഡയറക്റ്റ് വേജസ് ആണ്. സോ ഇവിടെ ഇക്വേഷൻ വരുന്നത് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഫാക്ടറി ഓവർഹെഡ് കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. ഇവിടെയും പെർസെൻറ്റേജിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ആ പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്.
പിന്നെ നെക്സ്റ്റ് മന്തിൽ നമ്മൾ എത്രയാണോ നമുക്ക് ഡയറക്റ്റ് വേജസ് കിട്ടിയിരിക്കുന്നത് ആ വേജസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then next percentage on prime cost method. Here also the base is used as the prime cost. Prime cost എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് പ്രൈം കോസ്റ്റ്. സോ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം കോസ്റ്റ്, നമ്മളുടെ ക്വസ്റ്റ്യനിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂടിയതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 1000, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 500 ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 500 ആണെന്ന് വിരിക്കുക. അതായത് ടോട്ടൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. 2000 ആണ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് സപ്പോസ് 200 ആണ് വന്നിട്ടുള്ളത് എങ്കിൽ 200 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. സോ ഹിയർ 10% ആയിരിക്കും പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പ്രൈം കോസ്റ്റ് അറിയാമെങ്കിൽ ആ പ്രൈം കോസ്റ്റിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. സോ ഈ മെത്തേഡ് പ്രകാരം ഇങ്ങനെയാണ് നമ്മൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡുകളും പേഴ്സൻറ്റേജ് വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം ഓവർ ഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ്. എത്ര ലേബറേഴ്സ് എത്ര ഹവേഴ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇക്വേഷൻ വരിക ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. For example, if the total manufacturing overheads for the period are 8,000 and the number of labor hours is 20,000, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് 8,000 ആണ്, അതായത് ഫാക്ടറി ഓവർ ഹെഡ് 8,000 ആണ് ഓവർ ഹെഡ്. ദെൻ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് 20,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8,000 ഡിവൈഡഡ് ബൈ 20,000 എന്ന് വെച്ചാൽ അവിടെ ഇൻറ്റു 100 ഇല്ല, കാരണം ഇവിടെ പേഴ്സൻറ്റേജ് അല്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടും. ഈ റേറ്റ് എന്ന് പറയുന്നത് 0.40 ആയിരിക്കും. ഈ റേറ്റ് ആണ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ സപ്പോസ് നമ്മൾ ലേബറേഴ്സ് 1500 ഹവേഴ്സ് എടുത്തു എന്ന് വിചാരിക്കാം. 1500 ഹവേഴ്സ് എടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓവർ ഹെഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1500 ഇൻറ്റു 0.40, ദാറ്റ് ഈസ് 600 ആണ് അവിടെ ആൻസർ വരിക. സോ 600 ആയിരിക്കും അവിടെ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ ഈ ഓവർ ഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് മെത്തേഡ് പ്രകാരം ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെത്തേഡാണ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇൻ ദോസ് ഫാക്ടറീസ് വേർ മെഷീൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇൻ ദിസ് മെത്തേഡ്സ് ഓവർ ഹെഡ്സ് ആർ ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് സ്പെൻഡ് ഓൺ ദ ജോബ്. അതായത് എത്രത്തോളം മെഷീൻ ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെഷീൻ ഹവർ റേറ്റ് ഈസ് ഇക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. സോ ഹിയർ നമ്മൾ മെഷീൻ ഹവേഴ്സ് ആയിരിക്കും ഇവിടെ എന്ത് ഓവർ ഹെഡിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഓരോ എന്താ പറയുക ഡയറക്റ്റ് വേജസോ ഡയറക്റ്റ് ലേബറോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റോ ഇതൊക്കെ എടുത്ത സമയത്ത് ഇവിടെ മെഷീൻ ഹവേഴ്സ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ്. ദിസ് ഈസ് യൂസ്ഡ് വെൻ ദ മാനുവൽ ലേബറേഴ്സ് ആൻഡ് ദ മെഷീൻ ഹവേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിനും കൂടെ, അതായത് ലേബറേഴ്സിൻ്റെ വർക്കും മെഷീൻ ഹവേഴ്സും എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടറികളിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഹെഡ് ക്ലാസിഫൈഡ് ഇൻ ടു 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഓവർ ഹെഡ് റിലേറ്റഡ് ടു മാനുവൽ ലേബർ, മറ്റ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു മെഷീൻ. രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ്, അതായത് കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് ആൻഡ് മെഷീൻ ഹവർ റേറ്റ് ആണ് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഡ്യുവൽ ഹവേഴ്സ് ആയിരിക്കും. അതായത് മാൻ ഹവേഴ്സ് എത്രയാണ്, അതേപോലെ തന്നെ മെഷീൻ ഹവേഴ്സ് എത്രയാണ്, MHRും LHRും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ
സോ മെത്തേഡ്സ് ഓഫ് ഓവർഹെഡ് അബ്സോർപ്ഷൻ ഫാക്ടറി ഓവർഹെഡിൻ്റെ കേസിൽ ഈ മെത്തേഡുകളെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡും അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്, മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്, ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ്, ഈ 4 മെത്തേഡ് നമുക്ക് ഈ റേറ്റ്സ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ളതെല്ലാം പേഴ്സൻറ്റേജിലാണ് കിട്ടുക. പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്, പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് മെത്തേഡ്. ഇനി ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ്. സോ ഇവിടെ എക്സാമ്പിൾ, the production department of a factory furnishes the following information for the month of October. മെറ്റീരിയൽ യൂസ്ഡ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, ലേബർ ഹവേഴ്സ് വർക്ക്ഡ് തന്നിട്ടുണ്ട്, ഓവർഹെഡ്സ് ചാർജബിൾ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. For an order executed by the department during the period, the relevant information as under. Material used 6,000, direct wages 3,200, labor hours worked 3,200 hours. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഓവർഹെഡ് ചാർജസ് ചാർജബിൾ ടു ദ ജോബ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. ലേബർ ഹവർ റേറ്റ് മെത്തേഡ് പ്രകാരം, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പേഴ്സൻറ്റേജ് റേറ്റ് മെത്തേഡ് പ്രകാരം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരിക. അതായത് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അബ്സോർപ്ഷൻ്റെ അണ്ടറിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒക്ടോബർ മാസത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളൊരു ഓർഡർ കിട്ടുമ്പോൾ, ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എത്രയായിരിക്കും ഓവർഹെഡ് വരിക എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ലേബർ ഹവർ റേറ്റ് മെത്തേഡാണ്. ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. ലേബർ ഹവർ റേറ്റ് മെത്തേഡ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലേബർ ഹവർ റേറ്റ് മെത്തേഡ് പ്രകാരം എന്താണ് ഇക്വേഷൻ? ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇവിടെ എത്രയാണ് നമ്മൾ ഒക്ടോബർ മന്തിലുള്ള ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഒക്ടോബർ മന്തിലുള്ള ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ് എത്രയാണെന്നുള്ളതും തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓവർഹെഡ് എന്ന് പറയുന്നത് 36,000 ആണ്. സോ 36,000 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് 36,000 ആണ്. സോ ഇവിടെ നമുക്ക് ₹1, അതായത് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ₹1 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ₹1 വെച്ചിട്ട് നമ്മൾ എന്താ നെക്സ്റ്റ് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിൻ്റെ ഓവർഹെഡ് കണ്ടുപിടിക്കണം. സോ ആ ഓർഡർ കൊടുക്കുന്നതിൽ ഡയറക്റ്റ് ഹവേഴ്സ് വർക്ക്ഡ് എത്രയാണുള്ളത്? 3,200 ഹവേഴ്സാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അവിടെ എത്രയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ₹1 ഇൻറ്റു 3,200, അതായത് എത്ര ലേബർ ഹവേഴ്സാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ഇവിടെ കിട്ടുക 3,200 ആയിരിക്കണം അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഓവർഹെഡ് ചാർജസ് ആണ്. ആ ഓവർഹെഡ് ചാർജസ് എന്ന് പറയുന്നത് 3,200 ആണ്. അപ്പോൾ ചാർജസ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കണം. ആ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ഏതാണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബേസ് അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് പ്രകാരം നോക്കാം. സോ നെക്സ്റ്റ് മെത്തേഡ് പ്രകാരം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പേഴ്സൻറ്റേജ് റേറ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പേഴ്സൻറ്റേജ് റേറ്റ്, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓവർഹെഡ് ഡിവൈഡഡ് ബൈ എത്രയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് അത് ഇൻറ്റു പേഴ്സൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇൻറ്റു 100. അപ്പോൾ അവിടെ നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത് പേഴ്സൻറ്റേജിലാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്രയാണ് മെറ്റീരിയൽസ് ഓവർഹെഡ് എത്രയാണ്? 36,000 ആണ്. എത്രയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 54,000 ആണ്. സോ 36,000 ഡിവൈഡഡ് ബൈ 54,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 66.67% ആണ്. ഓക്കെ, 66.67% കിട്ടും. അപ്പോൾ നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ട ഇതിൻ്റെ ഓവർഹെഡ് ചാർജസ് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? മെറ്റീരിയൽസിനെയാണ് എടുക്കേണ്ടത്. സോ ഇവിടെ എങ്ങനെയാണ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ഓവർഹെഡ് ചാർജസ് കണ്ടുപിടിക്കുക? മെറ്റീരിയൽസ് കോസ്റ്റ് ഇൻറ്റു ഈ പേഴ്സൻറ്റേജ്. അപ്പോൾ സോ 6,000 ഇൻറ്റു 66.67%. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 4,000 ആണ്.
സോ 4000 ആണ് അവിടെ ഓവർഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കണ്ടിട്ട് ഓവർഹെഡ് ചാർജസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുക ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 7 മെത്തേഡ് മൊത്തം പഠിച്ചിട്ടുണ്ട്. അത് ഓരോ മെത്തേഡിലുള്ളതും ഈ ഒരു ഇതിൽ ചെയ്ത് നോക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ വേജസ് ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും, ലേബർ ഹവേഴ്സ് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് അതിൻ്റെ ബേസിൽ കംപ്ലീറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെഷീൻ ഹവർ റേറ്റ്. മെഷീൻ ഹവർ റേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ആ മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്, മെഷീൻ ഹവർ റേറ്റ്. അത് ഫാക്ടറി ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഫാക്ടറി ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് മെഷീൻ ഹവർ റേറ്റ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മെഷീൻ ഹവർ റേറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ ഹവർ. ഒരു ഹവറിൽ എത്രയാണ് നമ്മൾ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്, അതിനെയാണ് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. സോ എ സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് മെഷീൻ. ഓരോ മെഷീനും നമ്മൾ സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ മെഷീൻ ഹവർ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ട് ഓഫ് ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഇത് ഓരോ സെപ്പറേറ്റ് മെഷീൻസിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ആ മെഷീൻ ഹവർ റേറ്റ് ഓരോ സെപ്പറേറ്റ് മെഷീൻ്റെയും മെഷീൻ ഹവർ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം ഓവർഹെഡ് അതിന് വേണ്ടി വരും, ചാർജബിൾ ആണ് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. സോ മെഷീൻ ഹവർ റേറ്റ് ഈസ് സിംപ്ലി ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ ഹവർ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ഹവർ റേറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ്. സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ വേജസ്. Only the indirect expenses directly relating to running a machine are included. ഇവിടെ നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വേജസിനെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ എന്ത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു റണ്ണിങ് എ മെഷീൻ. ഒരു മെഷീൻ റണ്ണ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേജസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ്. ദെൻ കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ് പറയുന്നത് ഇവിടെ ബോത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കൺസിഡേർഡ്. ഡയറക്റ്റ് എക്സ്പെൻസസിൽ വേജസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതിൽ. ആ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടുള്ള വേജസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഡയറക്റ്റ് വേജസ് ആർ അബ്സോർബ്ഡ് ഇൻ എ സിംഗിൾ റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് കാറ്റഗറിയിൽ പെടുന്ന വേജസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പോസിറ്റ് ഓർ കോംപ്രഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. Then group machine hour rate. Here the overhead rate is determined for a group of machines. It is called a group machine hour rate. നമ്മൾ മെഷീൻ ഹവർ റേറ്റിനെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ മെഷീൻ ഹവർ റേറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ മെഷീൻസിനും ഓരോ സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസിന് ഇപ്പോൾ ഒരു 10 മെഷീൻസ് ഉണ്ടെങ്കിൽ ആ 10 മെഷീൻസിനും കൂടിയിട്ട് ഒരൊറ്റ മെഷീൻ ഹവർ റേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ റേറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അബ്സോർപ്ഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഓവർഹെഡ് ചാർജ് ചെയ്യേണ്ടത് ഓരോ പെർ യൂണിറ്റിന്, അല്ലെങ്കിൽ പെർ യൂണിറ്റിന് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് ഉണ്ട്. കോമ്പോസിറ്റ് സിമ്പിളിൽ നമ്മൾ വേജസ് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കോമ്പോസിറ്റിൽ ഡയറക്റ്റ് വേജസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഫാക്ടറി ഓവർഹെഡും ഡയറക്റ്റ് വേജസും ആണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. സോ എന്താണ് ഈ മെഷീൻ ഹവർ റേറ്റിൻ്റെ ഈ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് മോർ സയൻറ്റിഫിക്, ആക്യുറേറ്റ് ആൻഡ് ലോജിക്കൽ മെത്തേഡ്. Relative efficiencies of various machines can be found out easily.
ഓരോ മെഷീൻസിൻ്റെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ്ലി ഈ മെഷീൻ ഹവർ റേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സെപ്പറേറ്റ് മെഷീൻസിനും നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെഷീൻ കൊണ്ട് നമ്മൾ എത്രത്തോളം ആ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് ദി ഐഡിൽ ടൈം ഓഫ് മെഷീൻസ്. അപ്പോൾ മെഷീൻസ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഐഡിൽ ടൈം ആ മെഷീൻസിന് വരുന്നുണ്ട് എന്നുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ജോബ്. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ. നമ്മൾ പറഞ്ഞു കമ്പാരിസൺ പോസിബിൾ ആണ്. ഗിവ് ഇമ്പോർട്ടൻസ് ടു ടൈം ഫാക്ടർ. Then helps to quote more accurate selling price for the job. It helps to quote more accurate selling price. ഓരോ ജോബിനും ആക്യുറേറ്റ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ്, അതായത് ഈ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി അത് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തിനാ വേണ്ടിയിട്ടാണ് ഈ ഓവർഹെഡ് റേറ്റ് ഒക്കെ ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർഹെഡിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ ഈ ഓവർഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുള്ളൂ. നമുക്കറിയാലോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. സോ ആ ടോട്ടൽ കോസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആക്യുറേറ്റ്ലി ഫിക്സ് ചെയ്യാൻ പറ്റൂ. സോ ഈ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കൃത്യമായിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊട്ടേഷനിൽ കോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ ഹവർ റേറ്റ്. ദെൻ കാൽക്കുലേഷൻ ഓഫ് മെഷീൻ ഹവർ റേറ്റ്. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ പഠിച്ചു. മെഷീൻ ഹവർ റേറ്റ് പ്രകാരം എങ്ങനെയാണ് മെഷീൻ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. പക്ഷേ ഇവിടെ കുറച്ച് നമ്മൾ സ്റ്റെപ്സ് ചെയ്യേണ്ടതുണ്ട് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ഓൾ ഓവർഹെഡ്സ് ഇൻറ്റു ഫിക്സ്ഡ് എക്സ്പെൻസസ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസസ്. നമ്മൾ ആദ്യം ഓവർഹെഡിനെ ഫിക്സ്ഡ് എക്സ്പെൻസസ് ആയിട്ടും വേരിയബിൾ എക്സ്പെൻസസ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഈ ഫിക്സ്ഡ് എക്സ്പെൻസസിനെ പറയുന്ന പേര് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നും വേരിയബിൾ എക്സ്പെൻസസിനെ പറയുന്ന പേര് മെഷീനറി എക്സ്പെൻസസ് എന്നുമാണ്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻ, വേജസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഇതെല്ലാം സ്റ്റാൻഡിങ് ചാർജസ് ആണ്, അതായത് ഫിക്സഡ് ചാർജസ് ആണ്. അതേസമയം ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയേഴ്സ്, സ്റ്റീം, വാട്ടർ, ഇതൊക്കെ എന്താണ്? ദീസ് ആർ കൺസിഡേർഡ് ആസ് മെഷീൻ എക്സ്പെൻസസ്. സോ ഇതിനെ രണ്ടിനെയും നമ്മൾ ആദ്യം സെഗ്രിഗേറ്റ് ചെയ്യുന്നു. സോ വൺസ് മോർ ഒന്നുകൂടെ പറയാം. റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻ, വേജസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഇതെല്ലാം ഫിക്സഡ് ചാർജസ് ആണ്. ദെൻ വേരിയബിൾ ചാർജസിൽ പെടുന്നത് ഡിപ്രീസിയേഷൻ, പവർ, റിപ്പയേഴ്സ്, സ്റ്റീം, വാട്ടർ, എക്സെട്ര. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ ഹവർ. ഒരു ഹവറിൽ എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്? സോ ഫിക്സഡ് കോസ്റ്റ് പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹവേഴ്സ് ഓഫ് വർക്കിംഗ് ഓഫ് മെഷീൻസ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പെർ ഹവർ കിട്ടുന്നു. അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് പെർ ഹവർ ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹവേഴ്സ് ഓഫ് വർക്കിംഗ് ഓഫ് മെഷീൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഓവർഹെഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫിക്സഡ് എക്സ്പെൻസസും സ്റ്റാൻഡിങ് വേരിയബിൾ എക്സ്പെൻസസും. എന്നിട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ വേരിയബിൾ കോസ്റ്റ് പെർ ഹവറും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് മെഷീൻ ഹവർ റേറ്റ്. എങ്ങനെയാണ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് ഫോർ വർക്കിംഗ്. ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് ഓഫ് വർക്കിംഗ്. ടോട്ടൽ ഓവർഹെഡ്സ് എത്രയാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതൊന്നും നോക്കാതെ ടോട്ടൽ ഓവർഹെഡ്സ് എത്രയാണെന്ന് എടുക്കുക, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് ഫോർ വർക്കിംഗ്. അപ്പോൾ നമുക്ക് മെഷീൻ ഹവർ റേറ്റ് കിട്ടും. സോ ഇവിടെ മെഷീൻ ഹവർ റേറ്റ് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ ഹവർ കിട്ടിയിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ ഹവർ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മെഷീൻ ഹവർ റേറ്റ് കിട്ടും.
സോ ഇവിടെ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് റെൻറ്റ്, റേറ്റ്സ്, ഈ എക്സ്പെൻസസ് എല്ലാം അതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് നമുക്ക് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ റെൻറ്റ്, റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫ്ലോർ ഏരിയൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, നമ്പർ ഓഫ് പോയിൻറ്റ്സ്, സൂപ്പർവിഷൻ, എസ്റ്റിമേറ്റഡ് ടൈം, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇൻഷുറൻസ്, ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീൻസ്, മിസലേനിയസ് എക്സ്പെൻസസ്, ഇക്വിറ്റബിൾ ബേസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫാക്ട്സ്. അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താണോ ബേസ് വരിക അതിനനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിസുകൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബേസിസുകളൊക്കെ പഠിച്ചു വയ്ക്കുക, എന്തൊക്കെയാണ് സ്റ്റാൻഡിങ് എക്സ്പെൻസസിന് വരുന്ന ബേസ് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് ആണ്. അതിന് വരുന്ന ബേസും ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് മെഷീൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ പവർ, ആക്ച്വൽ കൺസംഷൻ, ദെൻ റിപ്പയേഴ്സ്, കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ഡ്യൂറിങ് ദിസ് വർക്കിംഗ് ഹവേഴ്സ്. അതിൽ പിന്നെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിപ്രീസിയേഷൻ പെർ ഇയർ കിട്ടുക. സോ ഡിപ്രീസിയേഷൻ പെർ ഇയർ എന്ന് പറയുന്നത് കിട്ടുന്നത് കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. അതായത് സാധാരണ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്ന ഇക്വേഷൻ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിപ്രീസിയേഷൻ പെർ ഇയർ കിട്ടുന്നു. ഈ ഡിപ്രീസിയേഷൻ പെർ ഇയർ ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്, എത്ര മെഷീൻസാണ് ഒരു ഇയറിൽ എത്ര മെഷീൻ ഹവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്ത്, ഡിപ്രീസിയേഷൻ പെർ മെഷീൻ ഹവർ കിട്ടുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പെർ മെഷീൻ ഹവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ഓക്കെ, സോ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് മെഷീൻ ഹവർ റേറ്റ് ഫ്രം ദ ഫോളോയിങ്: കോസ്റ്റ് ഓഫ് എ മെഷീൻ 8,000, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ 2,000, സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 years 2,000, റേറ്റ്സ് ആൻഡ് rent for a quarter for the shop 300, general lighting 20 per month, shop supervisor's salary 600 per quarter, insurance premium for a machine 60 per annum, estimated repairs 100 per annum, power 2 units per hour at rupees 5 per 100 units, estimated working hours per annum 2000. The machine occupies 1/4 of the total area of the shop. The supervisor is expected to devote 1/6 of his time for supervising the machine. General expenses are to be apportioned on the basis of floor area. സോ ഇങ്ങനെയാണ് പ്രോബ്ലം തരിക. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡിങ് ചാർജസിനെയും അതേപോലെ തന്നെ മെഷീൻ എക്സ്പെൻസസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഹിയർ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് ചാർജസിനെയും മെഷീൻ എക്സ്പെൻസസിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസിൽ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത് റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ എ ക്വാർട്ടർ, അത് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ദെൻ ജനറൽ ലൈറ്റിംഗ്, സൂപ്പർവൈസേഴ്സ് സാലറി, ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ, ദെൻ ഇത്രയും ഐറ്റംസാണ് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത്. സോ അവിടെ നമ്മൾ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഒരു ഇയറിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഓരോ മെഷീനും എത്രയാണ് സ്റ്റാൻഡിങ് ചാർജസ് വരിക എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ഓരോ ഇയറിലുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഓരോ മെഷീൻ്റെതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനെന്താ ചെയ്യേണ്ടത്, റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ എ ക്വാർട്ടർ ഫോർ ദ ഷോപ്പ് 300 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഹിയർ റേറ്റ്സ് ആൻഡ് റെൻറ്റ് ആൻഡ് റേറ്റ്സ്
സോ ഇവിടെ ഈ റെൻറ്റ്, റേറ്റ്സ്, ജനറൽ ലൈറ്റിംഗ്, സൂപ്പർവൈസർ സാലറി, ഇൻഷുറൻസ് പ്രീമിയം, ഈ 4 ഐറ്റംസാണ് സ്റ്റാൻഡിങ് ചാർജസ്. ഇത് 4ഉം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജസ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇയറിൽ എത്രയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ പെർ ഇയർ എന്നുള്ളൊരു കോളവും പെർ ഹവർ എന്നുള്ളൊരു കോളം, 2 കോളം നമ്മൾ കൊടുക്കണം. പെർ ഇയർ കോളത്തിലാണ് നമ്മൾ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ എമൗണ്ടുകൾ എഴുതുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ടോട്ടൽ പെർ ഹവറിലാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കാം, റെൻറ്റ് ആൻഡ് റേറ്റ്സ് അത്രയാണ് വരുന്നത്. റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ എ ക്വാർട്ടർ ഫോർ ദ ഷോപ്പ് 300. അതായത് 300 ആണ് ഒരു ക്വാർട്ടറിന്, ഒരു ഷോപ്പിൽ ഒരു ക്വാർട്ടറിന് റേറ്റ്സ് ആൻഡ് റെൻറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അങ്ങനെ നമ്മൾ എത്രയാണ് ഈ മെഷീൻ എത്ര സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. താഴെ നോക്കുക, ദ മെഷീൻ ഒക്യുപ്പൈസ് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ 1/4 ഭാഗവും ആണ് മെഷീൻ ഉള്ളത്. അതായത് 4/1 ഭാഗമാണ് മെഷീൻ ഉള്ളത്. ആ 4/1 ഭാഗത്തിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് 300 ആണ്. സോ ഇവിടെ നമ്മൾ അതും ഒരു ക്വാർട്ടറിൻ്റെയാണ് തന്നിട്ടുള്ളത്. ഒരു ക്വാർട്ടറിൽ 300 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടായിരിക്കും? 4 ക്വാർട്ടർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വാർട്ടറിൽ 300 ആകുമ്പോൾ ഒരു വർഷം ഫുൾ ക്വാർട്ടർ 4 ക്വാർട്ടറിന് എത്രയാണ് വരിക? 300 × 4. ഈ 300 × 4 നമ്മൾ ചെയ്യുമ്പോൾ 1200 ആണ് ഒരു വർഷത്തേക്കുള്ള കോസ്റ്റ് വരുന്നത്. പക്ഷേ ഈ 1200 കംപ്ലീറ്റ് നമുക്ക് എടുക്കേണ്ട. കാരണം എന്താണ്, മെഷീൻ ഒക്യുപ്പൈ ചെയ്യുന്നത് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ആണ്. നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ടോട്ടൽ ഷോപ്പിനാണ്. പക്ഷേ മെഷീനറി ഒക്യുപ്പൈ ചെയ്യുന്ന പോർഷൻ എത്രയാണെന്നുള്ളത് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അവിടെ 1200 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് റെൻറ്റ് ആൻഡ് റേറ്റ്സ് പെർ ഇയർ കിട്ടുന്നു. അതായത് 300 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി അടുത്ത ജനറൽ ലൈറ്റിംഗ് നോക്കാം. ജനറൽ ലൈറ്റിങ്ങും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ 20 പെർ മന്താണ് തന്നിട്ടുള്ളത്. ഒരു മാസം 20 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 12 മാസം ഉണ്ടാകും. സോ 20 × 12 അത് ചെയ്യുമ്പോൾ ഒരു വർഷത്തെ കിട്ടും. അതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണ്ട. കാരണം എന്താണ്, ജനറൽ ലൈറ്റിംഗ് ഫോർ ദ ഹോൾ ഷോപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെയും ഇതേപോലെ തന്നെ 1/4 ഓഫ് ദ ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ 20 × 12 × 1/4 ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ ലൈറ്റിംഗ് കിട്ടും. ഇനി നെക്സ്റ്റ് സൂപ്പർവൈസേഴ്സ് സാലറി. സൂപ്പർവൈസേഴ്സിൻ്റെ സാലറി 600 പെർ ക്വാർട്ടർ. ഒരു ക്വാർട്ടറിൽ 600 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ക്വാർട്ടറാണുള്ളത്. സോ 600 × 4 വരുന്നു. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, ദ സൂപ്പർവൈസർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ദ ഹിസ് ടൈം ഫോർ സൂപ്പർവൈസിങ് ദി മെഷീൻ സൂപ്പർവൈസ് ചെയ്യാൻ അയാളുടെ ഹോൾ ടൈമിൽ 1/6 ഭാഗം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ അയാൾക്ക് കിട്ടുന്ന ഈ ടോട്ടൽ സാലറിയിൽ 600 ഓരോ ക്വാർട്ടറിന്, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 600 × 4. സോ 2400 ആണ് ഒരു വർഷത്തെ അയാളുടെ സാലറി. പക്ഷേ ഈ 2400 കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നില്ല. കാരണം അതിൻ്റെ 1/6 ഭാഗം മാത്രമാണ് അയാൾ സൂപ്പർവൈസ് ചെയ്യാൻ ടൈം ഡിവോട്ട് ചെയ്യുന്നത്. സോ 2400 × 1/6 ചെയ്യുമ്പോൾ 400 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ സൂപ്പർവൈസേഴ്സിൻ്റെ സാലറിയിൽ 400 രൂപ മാത്രമാണ് ഒരു ഇയറിൽ ഈ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓവർഹെഡ്. ദെൻ നെക്സ്റ്റ് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ഹോൾ കൺസിഡർ ചെയ്യുന്നു. കാരണം അത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ, ഒരു മെഷീന് 60 ആണ്. ഒരു വർഷം 60 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ മെഷീൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. കാരണം മെഷീനറി എവിടെ നമ്മൾ ഏരിയ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇൻഷുറൻസ് എന്നുള്ളത് 60 കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത് 820 ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് ഇത് ഒരു ഇയറിലുള്ള സ്റ്റാൻഡിങ് ചാർജസ് ആണ്. ഇനി സ്റ്റാൻഡിങ് ചാർജസ് പെർ ഹവറിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2000 ആണ്. ഒരു വർഷം 2000 വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ അസംഷൻ. എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവേഴ്സ് 2000 ആകുമ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഹവേഴ്സ്. സോ 820 / 2000 ചെയ്യുമ്പോൾ 0.41
0.41 ആണ് നമ്മളുടെ സ്റ്റാൻഡിങ് ചാർജസ് പെർ ഹവർ കിട്ടുന്നത്. സോ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് നമുക്ക് 0.41 കിട്ടി. ഇനി നമുക്ക് മെഷീൻ എക്സ്പെൻസസ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ മെഷീൻ എക്സ്പെൻസസിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരിക എന്നുള്ളത് നോക്കാം. മെഷീനറി എക്സ്പെൻസസുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, ദെൻ പവർ വരുന്നുണ്ട്, ദെൻ എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് വരുന്നുണ്ട്. സോ ഈ 3 ഐറ്റംസ് ആണ് നമ്മൾ മെഷീൻ എക്സ്പെൻസസ് ആയിട്ട്, അതായത് വേരിയബിൾ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫിക്സഡ് എക്സ്പെൻസസ് ആയിരുന്നു. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസിൽ ആദ്യം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്രീസിയേഷൻ നമുക്കറിയാം, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. എത്രയാണ് ലൈഫ്? അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ 8,000 ആണ്. 8,000 കോസ്റ്റ് ഓഫ് ദി മെഷീൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ വരുന്നത് 2,000 ആണ്. ദെൻ അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 2,000 കുറയ്ക്കുന്നു. അതായത് 10 വർഷത്തേക്കാണ് നമ്മൾ ഈ മെഷീൻ്റെ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ 2,000 10 വർഷം കഴിഞ്ഞപ്പോൾ 2,000 ആണ് സ്ക്രാപ്പ് വാല്യൂ. സോ ടോട്ടൽ 8,000 പ്ലസ് 2,000 മൈനസ് 2,000 ആയിരിക്കും നമുക്ക് നോമിനേറ്റർ ആയിട്ട് കിട്ടുന്നത്. ദെൻ ഡിനോമിനേറ്റർ ആയിട്ട് ലൈഫ്, എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റിമേറ്റഡ് ലൈഫ് 10 വർഷമാണ്. സോ 10 ഇയേഴ്സ് അതിൽ എത്രയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ ഇയർ കിട്ടും. ഈ ഡിപ്രീസിയേഷൻ പെർ ഇയർ ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ ഹവർ കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ ആനം ഒരു വർഷം എത്രയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളതാണ് കിട്ടുക. ദെൻ ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ പെർ ഹവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിപ്രീസിയേഷൻ പെർ ആനം നമുക്ക് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് എന്ന് പറയുന്നത് 2,000 ആണ്. 2,000 ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ ഹവർ കിട്ടും. അതിവിടെ നമുക്ക് കിട്ടുന്നത് 0.40 ആണ്. 0.40 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ പെർ ഹവർ നമുക്ക് പെർ ഹവർ 0.40 കിട്ടി. ദെൻ റിപ്പയേഴ്സ് നോക്കാം. എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം 100 ആണ്. 100 പെർ ആനം ആണ്. സോ ഒരു വർഷം എത്ര ഹവേഴ്സാണുള്ളത്? 2000 ഹവേഴ്സാണുള്ളത്. സോ 100 ഡിവൈഡഡ് ബൈ 2000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിപ്പയേഴ്സ് പെർ ഹവർ കിട്ടും. 0.05 ആണ് അവിടെ കിട്ടുന്നത്. ദെൻ പവർ 2 യൂണിറ്റ്സ് പെർ ഹവർ അറ്റ് ₹2 പെർ 100 യൂണിറ്റ്സ്. അതായത് ഒരു 2 യൂണിറ്റ്സ് പെർ ഹവർ, ഒരു ഹവറിൽ 2 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് 2 യൂണിറ്റ്സിന് 5 രൂപ വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ എത്ര? 100 യൂണിറ്റ്സിൻ്റെ, അതായത് 2 യൂണിറ്റ്സ് പെർ ഹവർ അറ്റ് ₹5 പെർ 100 യൂണിറ്റ്സ്. സോ 2 × 5, 2 യൂണിറ്റ്സ്, ഓരോ യൂണിറ്റിനും 5 രൂപ വെച്ചിട്ട്, അപ്പോൾ ടോട്ടൽ 10 രൂപ ഡിവൈഡഡ് ബൈ അങ്ങനെ എത്രയാണ്? 100 യൂണിറ്റ്സിന് 10 രൂപ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ പവർ ഒരു ഹവറിൽ എത്രയാണ് പവർ ചിലവായത് എന്നുള്ളത് നമുക്ക് കിട്ടും. കാരണം ഒരു ഹവറിൽ 100 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 10 രൂപയാണ്. 5 × 2. സോ 10 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ ഒരു ഹവറിൽ എത്രയാണ് പവർ എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മൾ പറയുന്ന ഈ മെഷീൻ എക്സ്പെൻസസ് ആയിട്ടുള്ള 0.40, 0.05, 0.10 ഇതാണ് മെഷീൻ എക്സ്പെൻസസ്. ഇത് സ്റ്റാൻഡിങ് ചാർജസ്. ഈ 2 ചാർജസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മെഷീൻ ഹവർ റേറ്റ് കിട്ടുന്നത്. അതായത് ടോട്ടൽ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത് 0.96. ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെഷീൻ ഹവർ റേറ്റിന് മാത്രം നമുക്ക് സെപ്പറേറ്റ്ലി ഇങ്ങനെയായിരിക്കും പ്രോബ്ലം വരിക. മറ്റതിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് തരും. ഇവിടെ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണ്, മെഷീൻ എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് നമ്മൾ പെർ ഇയറിൽ തന്നിട്ടുള്ളതിനെയൊക്കെ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർ ഹവറിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.